ഹായ് ഓൾ, എക്സാം പോയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററായ വെബ് ഹോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ നോട്ട്സും മറ്റു കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എക്സാം പോയിൻ്റെ ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഗൈഡ് വാങ്ങിക്കുകയും ഈ വീഡിയോ കാണുകയും ചെയ്യുകയാണെങ്കിൽ ഫൈനൽ എക്സാം നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 7ാമത്തെ ചാപ്റ്ററായ വെബ് ഹോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്ററാണ് എന്ത് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം എക്സാം പോയിന്റ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സാമിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരാറ്. കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് എന്ത് ഈ ഒരു വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് ഹോസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് വെബ് ഹോസ്റ്റിംഗ്? ഈ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ എന്ത് പഠിച്ച് വെബ് പേജ് ഉണ്ടാക്കാനും അല്ലേ, കുറേ വെബ് പേജുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു. ഈ വെബ് പേജുകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രം കണ്ടാൽ മതിയോ? അല്ലല്ലോ, ബാക്കി പുറമേയുള്ള ആൾക്കാരും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ നമ്മൾ ഉണ്ടാക്കിയ വെബ് പേജുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കാണണം, അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ കാണണം. അപ്പം ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി, കാരണം ഇൻ്റർനെറ്റിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വെബ് പേജുകളും മറ്റു കാര്യങ്ങളും ഇൻ്റർനെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, വെബ് ഹോസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റോറിംഗ് വെബ് പേജസ് ഓൺ എ സെർവർ ടു സെർവർ ഫയൽസ് ഫോർ ദ വെബ്സൈറ്റ്. കാരണം നമ്മൾ ഈ സെർവറിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓരോ വെബ് പേജുകളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വെബ് ഹോസ്റ്റിംഗ് സർവീസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് ഹോസ്റ്റിംഗ് സർവീസ്. കാരണം നമ്മളിതിനെ എന്തും കൂടെ പറയാറുണ്ട്, ഇൻ്റർനെറ്റ് ഹോസ്റ്റിംഗ് സർവീസും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഓക്കെ ആണല്ലോ? ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, വെബ് ഹോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചുള്ള ഈ വെബ് പേജുകളൊക്കെ നമ്മൾ എന്ത് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരിലും എത്തിക്കാം, അല്ലെങ്കിൽ സെർവറിലോട്ടേക്ക് എത്തിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ വെബ് ഹോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് വെബ് സെർവറാണ്. ഇപ്പോൾ ഈ വെബ് സെർവർ എന്ന് പറയുന്ന ടേം നിങ്ങൾ കുറേ അല്ലേ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നിങ്ങൾ വെബ് സെർവർ എന്താണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വെബ് സെർവർ എന്താ, നമ്മുടെ ഈ സോഫ്റ്റ്വെയറും മറ്റ് ഹാർഡ്വെയറൊക്കെ കൂടി ചേർന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ വെബ് പേജുകളും മറ്റ് കാര്യങ്ങളും ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് HTTP എന്ന് പറയുന്ന ഒരു എന്താണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. ഇത് HTTP എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ പ്രോട്ടോകോൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെബ് സെർവറിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓരോ വെബ് പേജുകളും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ വെബ് സെർവർ എന്താണെന്ന് അറിയാം. ജസ്റ്റ് നമ്മൾ വെബ് സെർവറിലോട്ട് കൊടുക്കുന്ന എന്താണ്, മെയിനായിട്ട് HTTP വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെബ് സെർവറിലോട്ടേക്ക് നമ്മൾ വെബ് പേജുകൾ എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് ഹോസ്റ്റ് ആണ്. അപ്പോൾ ഹോസ്റ്റിംഗ് എന്താണ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെബ് പേജുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് വെബ് സെർവറിലോട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്ന കുറേ ഏജൻസികൾ, അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം, വെബ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വെബ് പേജുകളോ മറ്റു കാര്യങ്ങളോ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്പേസ് വേണം. ഈ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഏജൻസികളുണ്ട്. ആ ഏജൻസികളാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ ആ ഒരു സ്പേസിന്, അല്ലെങ്കിൽ ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ദ കമ്പനീസ് ദാറ്റ് പ്രൊവൈഡ് ദ വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ആർ കോൾഡ് വെബ് ഹോസ്റ്റ്. കാരണം കുറേ കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കമ്പനികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. മറന്നു പോകരുത്, വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്, അവരെയാണ് എന്ത് പറയുന്നത്, വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ദേ ഓൺ ആൻഡ് മാനേജ് വെബ് സെർവർ ആൻഡ് പ്രൊവൈഡ് ദ എന്താണ് അൺഇൻറ്ററപ്റ്റഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി സോഫ്റ്റ്വെയർ പാക്കേജ് ഫോർ സർവീസസ് such as database and support for the programming language such as PHP, Java, ASP.NET. കാരണം ഇതുവരെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യം നമുക്ക് ഇൻ്റർനെറ്റും മറ്റു കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദ ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ഈസ് ഡിസൈഡ് ബൈ ദ എമൗണ്ട് ഓഫ് സ്പേസ്. കാരണം നമുക്ക് ഇപ്പോൾ നമ്മളൊരു സ്പേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത്, ഇപ്പോൾ നമ്മളൊരു വെബ് പേജ് ഉണ്ടാക്കി വെച്ചു, ഈ വെബ് പേജ് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് നമുക്കത് ഹോസ്റ്റ് ചെയ്യണം. ഈ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സ്പേസ് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കമ്പനികൾ കുറേ സ്പേസുകൾ പ്രൊവൈഡ് ചെയ്യും, കുറേ ടൈപ്പ് എന്തുണ്ട്, വെബ് ഹോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് മാത്രം നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിന് അതിൻ്റെതായുള്ള എമൗണ്ടും കൊടുക്കണം. ഈ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാൻ വേണ്ടി പറ്റും. നോക്കുക, ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം പോയിന്റ് വ്യൂ നോക്കുകയാണെങ്കിൽ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് എന്തെന്ന് പറയുന്നത്, ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വെബ് ഹോസ്റ്റിംഗ് എന്താ നമ്മൾ പറഞ്ഞു, വെബ് ഹോസ്റ്റ് എന്ന് എന്താണെന്ന് പറഞ്ഞു. വെബ് ഹോസ്റ്റ് എന്താ, നമ്മൾ വെബ് ഹോസ്റ്റിംഗ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെബ് ഹോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡാറ്റാബേസ്, ഇൻ്റർനെറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സ്പേസ് നമ്മൾ എടുക്കുന്നത്. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ള സ്പേസ്, പൈസ ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഹോസ്റ്റിംഗ് ആണുള്ളത്. ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, വെർച്വൽ പ്രൈവറ്റ് സെർവർ.
മൂന്ന് ടൈപ്പാണ്. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണിത്, ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വേറൊരു രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമുക്ക് ഇപ്പം എനിക്ക് എന്ത് ചെയ്യാണ്, ഒരു ജോലി കിട്ടി. ആ ജോലി കിട്ടി ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാണ്, ഞാൻ മാറാണ്. വേറൊരു സ്ഥലത്തേക്കാണെങ്കിൽ ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെ ജോലി കിട്ടി ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് താമസിക്കുന്നത്, ഇപ്പം ഞാൻ താമസിക്കുന്നത് എന്താണ്, ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ എന്താണ്, അവരുടെ റൂമിൽ ഷെയർ ചെയ്ത് താമസിക്കുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയും. നമ്മൾ ഷെയർ ചെയ്യും റൂമൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, താമസിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഹോസ്റ്റ് ചെയ്യുന്നത് ഷെയർ ചെയ്തിട്ടാണ്. ഓൾറെഡി ഉള്ള സ്ഥലത്തിന് നമ്മൾ എന്താണ് വീണ്ടും അവിടെ വീണ്ടും ഹോസ്റ്റ് ചെയ്യാണ്. ഷെയർ ചെയ്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ ഞാൻ സ്ഥലത്ത് പോയി ഞാൻ സ്വന്തമായിട്ട് എന്ത് ചെയ്തൊരു വീട് എടുത്തിട്ട് സ്വന്തമായിട്ട് എൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എടുത്തിട്ട് ഞാൻ താമസിക്കുന്നതിനെയാണ് എന്ത് എന്ന് പറയുന്നത്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. കാരണം എനിക്ക് ആവശ്യമുള്ള സ്പേസ് ഞാൻ സ്വന്തമായിട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അത് ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. പക്ഷേ എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് മുഴുവൻ എന്താണ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗിൻ്റെ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് മാറി അല്ലെങ്കിൽ ആ ഒരു ജോലി കിട്ടി അങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ ഒരു അനിയൻ അല്ലെങ്കിൽ അനിയന് സ്വന്തമായിട്ട് വീടുണ്ട്. ആ വീട്ടിലോട് ഞാൻ പോയി എന്താണ് താമസിക്കുകയാണ്. പക്ഷെ ആ താമസിക്കുമ്പോൾ അത് എന്തല്ല, എൻ്റെ സ്വന്തം വീടല്ല. പക്ഷെ എന്താണ്, എനിക്ക് മറ്റേതിനേക്കാളും കുറച്ചും കൂടെ എന്തുണ്ടാവും, ഫ്രീഡോ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ എന്തുണ്ടാവും, സ്വന്തം അതിന് തോന്നലുണ്ടാവും. അങ്ങനെ കാണിക്കുന്നതാണ് എന്ത്, വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. കാരണം ഇതൊരു ഷെയർഡ് ഹോസ്റ്റിംഗ് ആണെങ്കിലും കൂടെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എന്തിൽ അവൈലബിൾ ആണ്, വെർച്വൽ പ്രൈവറ്റ് സെർവറിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള 3 എന്തെന്ന് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. ഇത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. കാരണം ആ കൺസെപ്റ്റ് മനസ്സിലായതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ഹോസ്റ്റിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, ഷെയർഡ് ഹോസ്റ്റിംഗ്. അപ്പോൾ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു എന്താണ്, ഒരു റൂമിൽ 2-3 ആൾക്കാർ എന്ത് ചെയ്യുക, താമസിക്കുക. അതാണ് ഷെയർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സിംഗിൾ വെബ് സെർവറിൽ നമ്മൾ എന്താ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ല, ഇവിടെ നോക്കിക്കേ, ഡിഫറെൻറ്റ് വെബ്സൈറ്റ് ആർ സ്റ്റോർഡ് ഇൻ എ സിംഗിൾ വെബ് സെർവർ. ഒരു സിംഗിൾ വെബ് സെർവറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, 2-3-4 വെബ്സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ് ഹോസ്റ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, ഷെയർഡ് ഹോസ്റ്റിംഗ്. കാരണം ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന, നമ്മൾ എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വെബ് ഹോസ്റ്റിംഗ് ആണ് എന്ത്, ഷെയർഡ് ഹോസ്റ്റിംഗ്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ചീപ്പ് ആൻഡ് ഈസി ടു യൂസ് ആണ്. കാരണം ഷെയർഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചീപ്പായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു സിംഗിൾ റൂമിൽ നിൽക്കുന്നതും നമ്മളൊരു ഒരു ഷെയർഡ് റൂമിൽ നിൽക്കുന്ന നമ്മൾ വ്യത്യാസം എന്താ, ഷെയർഡ് റൂമിൽ എന്തായിരിക്കും, നമുക്ക് പൈസ കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്തായിരിക്കും, ഭയങ്കര ചീപ്പാണ്. അതേപോലെ തന്നെ എന്താണെന്ത്, ഈസി ടു യൂസ് ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് റിസോഴ്സസ് എന്തൊക്കെയാണ്, ലൈക്ക് റാം, CPU എക്സെട്ര ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വെബ്സൈറ്റുകൾ ഷെയർ ചെയ്യുക. കാരണം ഇതിൻ്റെ അകത്തുള്ള റാം, CPU മറ്റെല്ലാ കാര്യങ്ങളും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് പോകുന്നത്. അതുകൂടാതെ തന്നെ സൂട്ടബിൾ ഫോർ സ്മോൾ വെബ്സൈറ്റ് വിത്ത് ലെസ് ട്രാഫിക്. കാരണം ഇത് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ള ഏതിലാണ്, ചെറിയ വെബ്സൈറ്റുകളിലാണ്. കാരണം നമുക്ക് ചെറിയ വെബ്സൈറ്റുകൾ പറയാൻ കാരണം ട്രാഫിക് കുറവായി. കാരണം വലിയ വെബ്സൈറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെതായുള്ള ബാൻഡ് വിഡ്ത്തും റേഞ്ചും ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയറിൽ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ വെബ്സൈറ്റുകൾക്കാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഷെയർഡ് ഹോസ്റ്റിംഗ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസ് എ ബാൻഡ് വിഡ്ത്ത് ഈസ് ഷെയർഡ് ബൈ ദ ഡിഫറെൻറ്റ് വെബ്സൈറ്റ്, ഹൈ ട്രാഫിക് ഇൻ വൺ വെബ്സൈറ്റ് മേ സ്ലോ ഡൗൺ ദ അതർ വെബ്സൈറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ഓരോ വെബ്സൈറ്റിനും എന്തായിരിക്കും, വെവ്വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ബാൻഡ് വിഡ്ത്ത് ഒക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താവും, അതിന് കൂടുതൽ സമയം അല്ലെങ്കിൽ അതിന് ട്രാഫിക് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായൊരു കൊളീഷൻ അല്ലെങ്കിൽ അവിടെ ഭയങ്കര ട്രാഫിക് പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം ബാക്കിയുള്ള വെബ്സൈറ്റുകളുടെ പ്രോസസ്സ് എന്താവും, സ്ലോ ആവും. കാരണം ഒന്നിന് ഭയങ്കര ഹൈ ആണെങ്കിൽ മറ്റേതിന് കുറവാകുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് മുന്നോട്ട് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള വെബ്സൈറ്റുകൾ എന്താവും, സ്ലോ ഡൗൺ ആവും. അത് മാത്രമല്ല ഈ വെബ്സൈറ്റുകളൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ചെറിയ ഓർഗനൈസേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു ചെറിയ വെബ്സൈറ്റ് അല്ലെങ്കിൽ ചെറിയ വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യാനാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ചെറിയ ഓർഗനൈസേഷൻസിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഷെയർഡ് ഹോസ്റ്റിംഗ്
യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, പ്രധാനമായിട്ടും ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട കാര്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിംഗിൾ വെബ് സെർവറിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഏറ്റവും കോമൺ ടൈപ്പ് ഹോസ്റ്റിംഗ് ആണ്. ചീപ്പ് ആൻഡ് ഈസി ടു യൂസ് ആണ്. അതുകൂടാതെ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, കാരണം നമ്മൾ ചെറിയ ചെറിയ വെബ്സൈറ്റുകളാണ്, കാരണം ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചെറിയ ചെറിയ വെബ്സൈറ്റുകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പിന്നെ ബാൻഡ്വിഡ്ത്ത് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു, മറ്റേ എല്ലാ വെബ്സൈറ്റും ഒരേപോലെ വർക്ക് ആവില്ല. പിന്നെ എന്താണ്, ചെറിയ ചെറിയ ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കുക, അതിൻ്റെ ഒരു ഫിഗർ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഷെയർഡ് വെബ് ഹോസ്റ്റിങ്ങിൻ്റെ ഒരു ഫിഗർ എന്ന് കാണിക്കുന്നത്. കാരണം ഡാറ്റാ സെൻറ്റർ, സെർവർ, യൂസേഴ്സ്, കാരണം അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെബ് ടൈപ്സ് ഹോസ്റ്റിംഗ് പറഞ്ഞു, ഷെയർഡ് ഹോസ്റ്റിംഗ് പറഞ്ഞു. രണ്ടാമത്തെ ടൈപ്പാണ് എന്ത്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ഞാൻ നേരത്തെ പറഞ്ഞു, സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഇത് മേടിക്കുക, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് ചെയ്യുന്ന സംഭവം മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്റ്റ് ചെയ്യുക, വെബ് സെർവർ സ്വന്തം വെബ് സെർവർ നമ്മൾ മേടിക്കുക, പൈസ കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് വെബ്സൈറ്റ് അതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യുക, അല്ലെ വെബ് പേജ് സ്റ്റോർ ചെയ്യുക. അതാണ് ഡെഡിക്കേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, വൺ വെബ്സൈറ്റ് ഈസ് ഹോസ്റ്റഡ് ഇൻ എ വൺ വെബ് സെർവർ. ഒരു വെബ്സൈറ്റ് ഒരു വെബ് സെർവറിൽ എന്ത് ചെയ്യുക, നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഡിക്കേറ്റഡ് എന്ന് പറയുന്നത്. കാരണം അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും, വേറെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ചെയ്യാനും ഒന്നും പറ്റില്ല. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു വെബ്സൈറ്റ് ഒരു വെബ് സെർവറിൽ എന്ത് ചെയ്യുക, ഹോസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വെബ്സൈറ്റ് യൂസേഴ്സ് ദ എൻറ്റയർ സെർവർ ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ്. കാരണം ആ ഒരു വെബ്സൈറ്റ്, ആ മൊത്തം സെർവറും അതിൻ്റെ അകത്തുള്ള എല്ലാ റിസോഴ്സസും എന്ത് ചെയ്യും, ആ വെബ്സൈറ്റിന് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം അവർ പൈസ, നമ്മളിപ്പോൾ ഒരു സിംഗിൾ റൂം എടുക്കുമ്പോൾ ആ റൂമിലെ എല്ലാ കാര്യങ്ങളും ആർക്ക് സ്വന്തമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് മേടിച്ച വീട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അതിന് മൊത്തം അവകാശം നമുക്കായിരിക്കില്ല. അതേപോലെ തന്നെ ഇത് സ്വന്തം ഒരു വൺ വെബ് സെർവർ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു വെബ്സൈറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ വെബ്സൈറ്റിന് അതിൻ്റെ അകത്തുള്ള എല്ലാ റിസോഴ്സും എന്തായിരിക്കും, അത് യൂസ് ചെയ്യുന്നുണ്ടാവും. അതുകൂടാതെ തന്നെ സൂട്ടബിൾ ഫോർ ബിഗ് ഓർഗനൈസേഷൻ വിത്ത് എ ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ്. കാരണം നമ്മൾ വലിയ ഓർഗനൈസേഷൻസും കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ്, കാരണം അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുക. ചെറിയ ചെറിയ വെബ്സൈറ്റുകൾക്കൊന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് യൂസ് ചെയ്യാറില്ല. കാരണം വലിയ ഓർഗനൈസേഷൻ, വലിയ വെബ്സൈറ്റുകൾ, അതിലൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ ക്ലയൻറ്റ് ക്യാൻ ചൂസ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ടു ബി യൂസ്ഡ് ആൻഡ് ഇറ്റ്സ് ഫുൾ കൺട്രോൾ ഓവർ ദ സെർവർ. കാരണം ക്ലയൻറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എത്ര ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എത്ര നമുക്ക് ഓൾറെഡി ഇതിൻ്റെ സൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ പല കമ്പനീസ് ഉണ്ട്, അതിൻ്റെ സൈറ്റിൽ എടുത്ത് തന്നെ കാണാൻ വേണ്ടി പറ്റും, ഈ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എടുത്ത് തന്നെ കാണാൻ വേണ്ടി പറ്റും, ഇത്ര എമൗണ്ടിന് ഇത്രത്തെ റിസോഴ്സസ് ആണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് ക്യാൻ ചൂസ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ടു ബി യൂസ്ഡ് ആസ് ഫുൾ കൺട്രോൾ ഓവർ ദ വെബ്സൈറ്റ്. കാരണം എല്ലാം ആ ക്ലയൻറ്റിൻ്റെ കയ്യിലായിരിക്കും മൊത്തം എന്തെന്ന് പറയുന്നത്, ഈ സെർവറിൻ്റെ മൊത്തം കൺട്രോൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹൈ പെർഫോമൻസ് ആൻഡ് ഹൈലി എക്സ്പെൻസീവ്. കാരണം നല്ല പെർഫോമൻസ് ആയിരിക്കും, അതുകൂടാതെ എന്തായിരിക്കും, എക്സ്പെൻസീവ് കൂടുക. കാരണം നമ്മൾ സ്വന്തമായിട്ടൊന്നും എടുക്കാതിരിക്കും ആണല്ലോ. കാരണം മറ്റേ ഷെയർ എന്ന് പറയുമ്പോൾ എന്താ, ഓൾറെഡി ഷെയർ ആണ്, അപ്പോൾ നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി. ഇത് സ്വന്തമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ക്യാഷ് ആയിരിക്കും. അതുകൂടാതെ തന്നെ എന്തായിരിക്കും, നല്ല പെർഫോമൻസും എന്തിനുണ്ടാവും, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗിൽ ഉണ്ടാവും. ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് ആസ് യൂഷ്വലി ഹോസ്റ്റ് ഇൻ ഡാറ്റാ സെൻറ്റർ. കാരണം ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് യൂഷ്വലി ആരാ ഹോസ്റ്റ് ചെയ്യുന്നത്, ഡാറ്റാ സെൻറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മറന്നു പോകരുത്, ഇതൊക്കെ ഓർത്ത് വെക്കുക. ഡാറ്റാ സെൻറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, യൂഷ്വലി ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ക്ലയൻറ്റ് ക്യാൻ പർച്ചേസ് ദിയർ ഓൺ സെർവർ ആൻഡ് പ്ലേസ് ഐറ്റം ഇൻ എ സർവീസ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് നോൺ ആസ് എ കോലൊക്കേഷൻ. ഇതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക, കോലൊക്കേഷൻ എന്താണെന്നുള്ളത്. കാരണം ഇടയ്ക്ക് മാത്രം എക്സാമിന് വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. കാരണം ക്ലയൻറ്റ് ക്യാൻ പർച്ചേസ് ദിയർ ഓൺ സെർവർ ആൻഡ് പ്ലേസ് ദം ഇൻ സർവീസ് പ്രൊവൈഡേഴ്സ് ഫെസിലിറ്റീസ് നോൺ. കാരണം നമ്മൾ ക്ലയൻ്റ് ആണ് ഇതൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റ് മേടിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർവീസ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് അവിടെ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് എന്തിൽ വരുന്നതാണ്, ഈ ഡെഡിക്കേറ്റഡ് വരുന്നത്. നമ്മൾ വാങ്ങിച്ചിട്ട് അത് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു ഫെസിലിറ്റീസ് ആര്, ഈ ഒരു പ്രൊവൈഡേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോലൊക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, വൺ വെബ്സൈറ്റ് ഹോസ്റ്റിൻ്റെ വൺ വെബ് സെർവർ. കാരണം ഒരു വെബ്സൈറ്റ് ഒരു വെബ് സെർവറിൽ ഹോസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. കാരണം അവർക്ക് മാത്രം ആ വെബ്സൈറ്റിന് ആ വെബ് സെർവറിലെ എല്ലാ കാര്യങ്ങളും ആർക്ക് സ്വന്തമായിരിക്കും, ആ വെബ്സൈറ്റിന് സ്വന്തമായിരിക്കും. അതും അവർ മൊത്തം എന്ത് ചെയ്യും, അത് യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. കാരണം വലിയ ഓർഗനൈസേഷൻ, വലിയ വെബ്സൈറ്റ്, അതിനൊക്കെയാണ് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കുക, അതിൻ്റെ ഒരു ഫിഗർ ആണ് കാണിച്ചത്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, സെർവർ, യുവർ സൈറ്റ്. നമുക്ക് നമ്മുടെ സൈറ്റ് ഇവിടെ നോക്കാം, നമ്മുടെ സൈറ്റ്, അതേപോലെ തന്നെ സെർവർ. അപ്പോൾ ഇതാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ എന്തൊരു സെർവർ വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്തേക്ക് ഹോസ്റ്റ് ചെയ്യാം.
ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 വെബ് ഹോസ്റ്റിംഗ് പഠിച്ചു. മൂന്നാമത്തെ ടൈപ്പാണ് എന്ത്? വെർച്വൽ പ്രൈവറ്റ് സെർവർ. അപ്പോൾ ഞാൻ പറഞ്ഞു വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ്, നമ്മൾ സ്വന്തമാണ് പക്ഷെ നമുക്ക് എന്തല്ല സ്വന്തമല്ല, ആ രീതിയിലുള്ളതാണ് എന്ത് വെർച്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത് വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. എ ഫിസിക്കൽ സെർവർ ഈസ് വെർച്വലി പാർട്ടീഷൻ ഇൻ ടു ദ സെവറൽ സെർവർ യൂസിങ് ദ വെർച്വലൈസേഷൻ ടെക്നോളജി. നമ്മൾ വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫിസിക്കൽ സെർവറെ നമ്മൾ എന്താണ് വെർച്വലി നമ്മൾ എന്ത് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യുക. അണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നും വെബ്സൈറ്റുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. ഒരു വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫിസിക്കൽ സെർവറെ നമ്മൾ എന്ത് ചെയ്യുക, പാർട്ടീഷൻ ചെയ്തിട്ട് ആ പാർട്ടീഷൻ ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റുകളിൽ വെബ് പേജുകൾ സ്റ്റോർ ചെയ്യുന്നതാണ് എന്ത് ഈ ഒരു ഫിസിക്കൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. ഈച്ച് VPS അല്ലെങ്കിൽ പാർട്ടീഷൻ വർക്ക് സിമിലർ ടു ദ ഡെഡിക്കേറ്റഡ് സെർവർ ആൻഡ് ഹാസ് ഇറ്റ്സ് ഓൺ OS, സോഫ്റ്റ്വെയർ, RAM എക്സെട്ര. കാരണം ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൻ്റെ അതേ വർക്കിംഗ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ എന്താണ്, അത് ഷെയർഡാണ്. കാരണം ഇതിൻ്റെ ഫീച്ചേഴ്സ് മുഴുവൻ ഡെഡിക്കേറ്റഡ് ആണ്. കാരണം അവർക്ക് സ്വന്തമായിട്ട് ഇത് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയറും റാമും എക്സെട്ര എല്ലാ കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യാം, വന്നിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് എന്തായിരിക്കും, ഷെയർഡ് ആയിരിക്കും. കാരണം ഡെഡിക്കേറ്റഡ് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ. VPS പ്രൊവൈഡ് ഡെഡിക്കേറ്റഡ് ബാൻഡ്വിഡ്ത്ത് ടു ഈച്ച് വെബ്സൈറ്റ്സ് ഓൺ ദ സെർവർ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഡെഡിക്കേറ്റഡ് ആണ് ബാൻഡ്വിഡ്ത്ത്. ഓരോ വെബ്സൈറ്റ് എന്താണ് അതിൻ്റെ ആയിട്ടുള്ള ബാൻഡ്വിഡ്ത്ത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ട്രാഫിക് ഇൻ വൺ വെബ്സൈറ്റ് വിൽ നോട്ട് സ്ലോ ഡൗൺ ദ അതർ വെബ്. കാരണം ട്രാഫിക് ഒന്നും സ്ലോ ആവില്ല. കാരണം ട്രാഫിക് അല്ല, കാരണം നമുക്ക് ഓൾറെഡി ട്രാഫിക് വരുന്ന സമയത്ത് മറ്റ് വെബ്സൈറ്റുകൾ എന്താവില്ല, സ്ലോ ആവില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഷെയറിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മൾ കുറേ വരുന്ന സമയത്ത് ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യും, സ്ലോ ആകും. പക്ഷേ ഈ ഡെഡിക്കേറ്റഡിലും ഇതിലും എന്ത് സംഭവിക്കുന്നില്ല, ട്രാഫിക് വരുന്ന സമയത്ത് മറ്റ് വെബ്സൈറ്റുകൾ എന്താവില്ല, സ്ലോ ആവില്ല. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ VPS പ്രൊവൈഡ് ദ ഓൾമോസ്റ്റ് ഓൾ സർവീസ് ഓഫ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഇൻ ലെസർ കോസ്റ്റ്. കാരണം നമ്മൾ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റ് ചെയ്യുന്ന എല്ലാ സർവീസുകളും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ വെർച്വൽ പ്രൈവറ്റ് സെർവർ അല്ലെങ്കിൽ VPS എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലെസർ കോസ്റ്റ് ആണ്. ഷെയർഡ് ഹോസ്റ്റിനേക്കാളും വില കൂടുതലാണ്, പക്ഷേ എന്താണ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിനേക്കാളും വില കുറവാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സം പോപ്പുലർ സെർവർ വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസ് ആണ് VMware, വെർച്വൽ ബോക്സ്, ഫ്രീ VPS, യൂസർ മോഡ്, അതേപോലെ ലിനക്സ്, മൈക്രോസോഫ്റ്റ് ഹൈപ്പർ-V എക്സെട്ര. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എന്തെന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെർച്വൽ VPS എന്ന് പറഞ്ഞ വെർച്വൽ ബോക്സ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് വെർച്വൽ ബോക്സും VMwareഉം അതേപോലെ തന്നെ ഹൈപ്പർ-V ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. ആ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് VPS എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം VPS എന്ന് പറയുന്നത് എന്താ, നമ്മൾ വെർച്വലി ഒരു ഫിസിക്കൽ സെർവറിനെ നമ്മൾ വെർച്വലി എന്ത് ചെയ്യും, നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ട് വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്യുന്നതാണ് VPS എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഓരോ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ പാർട്ടീഷൻസിലുള്ള എല്ലാ റാമും ബാക്കിയുള്ള എല്ലാ റിസോഴ്സും എന്തായിരിക്കും, ആ വെബ്സൈറ്റ് ആ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് പോലെ തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പൈസ കുറവായിരിക്കും, എന്തിനേക്കാളും ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിനേക്കാളും പൈസ കുറവായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ മൾട്ടിപ്ലൈ ആയിട്ടുള്ള കുറേ നമ്മൾ ഡിവൈഡ് ചെയ്തു, കുറേ 2-3 ഡിവൈഡ് ചെയ്തു. അപ്പോൾ യുവർ വെബ്സൈറ്റ് ഓരോന്ന്. ഇപ്പോൾ നമ്മൾ ഈ സംഭവം എന്താണ്, ഒരു വെബ്സൈറ്റ്, വേറൊന്നുണ്ടെങ്കിൽ വേറൊരു വെബ്സൈറ്റ്, അതാണ്. മറ്റേന്ന് പറയുമ്പോൾ ഒരു സംഭവത്തിനുള്ളിൽ തന്നെ എല്ലാ ആൾക്കാരും കൂടി ഷെയർ ചെയ്ത് ചെയ്യുന്നതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. പക്ഷേ ഇത് ഓരോന്നും ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെർവേഴ്സും ഓരോ വെബ്സൈറ്റിലോട്ടേക്ക് കൊടുക്കുകയാണ്. ഇതാണ് വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ് പറഞ്ഞു അല്ലേ, ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. മെയിൻ സെർവർ ഉണ്ടാവും. ഈ സെർവറിന് കുറേ വെബ്സൈറ്റുകൾ നമ്മൾ ഷെയർ ചെയ്താണ് ഈ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ്. ഡെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വെബ്സൈറ്റ് ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെർവർ, അതാണ് ഡെഡിക്കേറ്റഡ്. VPS എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ വെബ് സെർവേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് ഓരോന്നിലും ഓരോരോ വെബ്സൈറ്റുകൾ നമ്മൾ കൊടുക്കുന്നതാണ് VPS ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബൈയിങ് ഹോസ്റ്റിംഗ് സ്പേസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇപ്പോൾ ഹോസ്റ്റിംഗ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ് ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്പേസ് നമ്മൾ മേടിക്കണം, പൈസ കൊടുത്ത് മേടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിന് എത്ര എമൗണ്ട് ആണ്, മന്ത്ലി ഇത്ര അടക്കണം എന്നൊക്കെ നമുക്ക് കാണിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ബൈയിങ് ഹോസ്റ്റിംഗിൽ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആഫ്റ്റർ ഡിസൈനിങ് ദ വെബ് പേജസ് ഇൻ അവർ കമ്പ്യൂട്ടർ, ഫയൽ ഹാസ് ടു ബി കോപ്പി ടു ദ സെർവർ. ഫോർ ദാറ്റ് ആഫ്റ്റർ ഡിസൈഡിങ് ദ ഹോസ്റ്റിംഗ് ടൈപ്പ്, സെർവർ സ്പേസ് ഹാസ് ടു ബി പർച്ചേസ്ഡ് ഫ്രം ദ ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡർ.
നമ്മളിപ്പോൾ ഒരു വെബ് പേജ് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചു. ഈ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം നമുക്ക് വേണ്ട, നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഹോസ്റ്റിംഗ് നമ്മൾ ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹോസ്റ്റിംഗ് സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. നമുക്ക് എന്താണ് വേണ്ടത്, കുറേ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പം നമ്മൾ ആദ്യം വെബ് പേജും അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ആ ഒരു സ്പേസ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ. വൈൽ പർച്ചേസിങ് ഹോസ്റ്റിംഗ് സ്പേസ് സെവറൽ ഫാക്ടേഴ്സ് ഹാവ് ടു ടേക്ക് ഇൻ ദ കൺസിഡറേഷൻ. നമ്മൾ ഇത് പർച്ചേസ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കും. ആ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കാം, നമ്മൾ പർച്ചേസ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്, എമൗണ്ട് ഓഫ് സ്പേസ് റിക്വയർഡ്. നമുക്ക് എത്ര സ്പേസ് വേണം നമ്മൾ ആദ്യം നോക്കണം. നമ്മൾ ചുമ്മാ കുറേ മേടിച്ച് വെച്ചിട്ട് കാര്യം, നമുക്ക് എത്ര ആണോ അതിൻ്റെ എന്താണ് സൈസ്, അല്ലെങ്കിൽ അതിൻ്റെ എത്ര ആണോ അതിന് വരുന്ന കപ്പാസിറ്റി, ആ ഒരു കപ്പാസിറ്റി അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്പേസ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്, എമൗണ്ട് ഓഫ് സ്പേസ് റിക്വയർഡ് ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താ, സപ്പോർട്ടിങ് ടെക്നോളജീസ് നീഡ്. നമുക്ക് എന്തൊക്കെ ടെക്നോളജീസ് അതിനകത്ത് ആവശ്യമുണ്ട്, അതാണ് രണ്ടാമത് നോക്കേണ്ടത്. മൂന്നാമത്തേത് പ്രോഗ്രാം യൂസ്ഡ് ഇൻ ദ വെബ് പേജ് മേ റിക്വയർ ദ വിൻഡോ ഹോസ്റ്റിംഗ് ഓർ ലിനക്സ് ഹോസ്റ്റിംഗ്. നമുക്ക് പ്രോഗ്രാം എന്തായിരിക്കും, മേ ബി വിൻഡോസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ലിനക്സ് ആയിരിക്കും, അത് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കണം. അതിനുശേഷം ചൂസ് ബിറ്റ്വീൻ വിൻഡോസ് സെർവർ ഓർ ലിനക്സ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ബിറ്റ്വീൻ വിൻഡോസ് സെർവർ ഓർ ലിനക്സ് സെർവർ അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാം യൂസ്. നമ്മൾ പ്രോഗ്രാം എന്താണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വിൻഡോസോ ലിനക്സോ സെർവറോ നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക, ചൂസ് ചെയ്യുക. ഫീച്ചേഴ്സ് ലൈക്ക് ഡാറ്റാബേസ് സപ്പോർട്ട്, ഇമെയിൽ ഫെസിലിറ്റീസ് എക്സെട്ര ക്യാൻ ഓൾസോ ബി കൺസിഡർ ദ വൈൽ ചൂസിങ് ദ വെബ് ഹോസ്റ്റ്. നമ്മൾ അത് കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് വേറെ എന്തൊക്കെ വേണം, ഡാറ്റാബേസ്, അതേപോലെ ഇമെയിൽ ഫെസിലിറ്റി, അങ്ങനെ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെബ് അല്ലെങ്കിൽ ആ ഒരു ഹോസ്റ്റിംഗ് സ്പേസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പേസ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ കാണുമ്പോൾ നമ്മൾ നോക്കണം എത്രത്തോളം സ്പേസ് നമുക്ക് ആവശ്യമുണ്ട്, ഏത് ടെക്നോളജീസാണ്, ഏത് സെർവറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമുക്ക് അതേപോലെ എന്തൊക്കെ ഫെസിലിറ്റീസ് അതിനകത്ത് കൊടുക്കുന്നത്, അതേപോലെ പൈസയും നമ്മൾ നോക്കണം എത്ര പൈസയാണ്. കാരണം നമുക്ക് ചില ഓഫേഴ്സിനൊക്കെ എന്ത് കിട്ടാറുണ്ട്, ഹോസ്റ്റിംഗ് കുറച്ചും കൂടെ നമുക്കിപ്പോൾ ആമസോൺ അതേപോലെ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാറുണ്ട്, കുറേ ഓഫേഴ്സ് വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും, പൈസ നമുക്ക് കുറയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു സ്പേസ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്പേസ് പർച്ചേസ് ചെയ്യേണ്ട കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡൊമൈൻ നെയിം രജിസ്ട്രേഷനാണ്, ഡൊമൈൻ നെയിം സിസ്റ്റം രജിസ്ട്രേഷനാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡൊമൈൻ നെയിം എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഗൂഗിൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു അല്ലേ അവർക്ക് മനസ്സിലാകുന്ന ഒരു നെയിം അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു വെബ്സൈറ്റ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെയിം എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യണം അല്ലേ. അതും അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് കൊടുത്തിട്ട് വേണം നമ്മൾ എന്തെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യാൻ. അപ്പോൾ നോക്കാം, ഡൊമൈൻ നെയിം ഈസ് രജിസ്റ്റേർഡ് ഫോർ ദ ക്രിയേറ്റിംഗ് URL ഓഫ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് അവർ വെബ്സൈറ്റ് ഓൺ ഇന്റർനെറ്റ് അല്ലേ. നമുക്കറിയാം ചില വെബ്സൈറ്റുകൾക്ക് അതിൻ്റെതായ ഒരു പേരുണ്ട്. ഇപ്പോൾ നമ്മൾ WWW, ഇപ്പോൾ നമ്മൾ റെയിൽവേൻ്റെ ആയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പനിയൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വെബ്സൈറ്റിന് എന്തുണ്ട്, www. എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നത്, അത് യുണീക്ക് ആയിരിക്കും. വേറൊരു വെബ്സൈറ്റിനോ വേറൊരു വെബ് പേജിനോ ആ പേരായിരിക്കില്ല. അപ്പോൾ അതാണ് ശരിക്കും നമ്മൾ ഈ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഓരോ വെബ്സൈറ്റിനും അല്ലെങ്കിൽ ഓരോ വെബ് പേജുകൾക്ക് എന്ത് വേണം, അതിൻ്റേതായിട്ടൊരു യുണീക്ക് ആയിട്ടൊരു നെയിം നമ്മൾ കൊടുക്കണം അല്ലേ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമൈൻ നെയിം സിസ്റ്റം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചൂസ് ഡൊമൈൻ നെയിം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഡൊമൈൻ നെയിമാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്യണം. നമുക്ക് ഏത് പേരാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ പേരിൽ തന്നെ ചിലപ്പോൾ വേറെ കുറേ ആൾക്കാരുണ്ടാകും. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ചൂസ് എ ഡൊമൈൻ നെയിം. ദെൻ സെക്കൻഡ് വൺ, ചെക്ക് ഫോർ അവൈലബിലിറ്റി ഓഫ് ദ നെയിം യൂസിങ് അവൈലബിലിറ്റി ചെക്കർ ഫെസിലിറ്റി ഇൻ എ വെബ്സൈറ്റ് ലൈക്ക് ദ www.whois.net. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പേര് നമ്മൾ അവൈലബിൾ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പേര് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ വേറെ പേര് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ www.whois.net ഇതിൻ്റെ അകത്ത് കയറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഈ നമ്മൾ കൊടുക്കുന്ന പേര് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഡൊമൈൻ നെയിം ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണോ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ദീസ് വെബ്സൈറ്റ് ചെക്ക് ദ ഡാറ്റാബേസ് ഓഫ് ഐക്യാൻ കണ്ടെയ്ൻ ദ ലിസ്റ്റ് ഓഫ് ഓൾ രജിസ്റ്റേർഡ് ഡൊമൈൻ. കാരണം ഐക്യാൻ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസിന് ഇതിൻ്റെ അകത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡൊമൈൻ നെയിം എല്ലാ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡൊമൈൻ നെയിംസും ഈ ഒരു ഡാറ്റാബേസിൻ്റെ അകത്ത് ഐക്യാൻ എന്ന് പറയുന്ന ഡാറ്റാബേസിനകത്താണുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഓരോന്നും ചെക്ക് ചെയ്യും. നമ്മളിപ്പോൾ ഒരു പേര് കൊടുത്തു, ആ പേര് ഉണ്ടോയെന്ന് എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഫിൽ whois database ഗിവിംഗ് ദ നെയിം, അഡ്രസ്, ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ. അങ്ങനെ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കും. അതിനുശേഷം എന്താ, നമ്മൾ ആ പേര് നോക്കി നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പൈസ കൊടുക്കണം. എത്രയാണോ നമുക്ക് അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ആനുവൽ രജിസ്ട്രേഷൻ 1 year ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പൈസ നമ്മൾ കൊടുക്കണം. ദ വെബ്സൈറ്റ് ഹാസ് ബീൻ സ്ട്രിംഗ് അഡ്രസ് ആൻഡ് ന്യൂമറിക് അഡ്രസ്. കാരണം നമുക്ക് സ്ട്രിംഗ് അഡ്രസ്സോ ന്യൂമറിക് അഡ്രസ്സോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യുക, പൈസ കൊടുത്ത് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് www ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് എന്ത് ചെയ്യും,
ഒരു എന്താണ് IP അഡ്രസ്സ് ഉണ്ടാവും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് IP അഡ്രസ്സാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഡൊമൈൻ നെയിം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യം നമ്മൾ ചൂസ് ചെയ്യണം, അതിനുശേഷം ആ പേര് അവൈലബിൾ ആണെന്ന് നോക്കണം, അത് അയക്കാൻ എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് മറ്റു കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ പൈസ ആനുവലായിട്ട് എന്ത് ചെയ്യുക, പൈസ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ഡൊമൈൻ നെയിം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് www ഇങ്ങനെയാണ് നമുക്ക് ഡൊമൈൻ നെയിം ഉണ്ടാവുക. അതിൻ്റെ IP അഡ്രസ്സാണ്, കറസ്പോണ്ടിങ് IP അഡ്രസ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഡൊമൈൻ നെയിം സിസ്റ്റം രജിസ്ട്രേഷൻ പറഞ്ഞു. അതിൻ്റെ തന്നെ എന്താണ് ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചത്. നമ്മൾ എന്താ എൻഡ് യൂസേഴ്സ് ഉണ്ട്, നമ്മൾ ആ സൈറ്റിൽ കയറാം, ദെൻ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഇത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ പറഞ്ഞ കാര്യങ്ങൾ DNS റിസോൾവർ ഉണ്ട്, DNS റൂട്ട്സ് നെയിം സെർവർ, അതേപോലെ ആമസോൺ റൂട്ട്സ്, അതേപോലെ വെബ് സെർവർ. ഇങ്ങനെ ഈ ഒരു റൂട്ടാണ്. കാരണം നമ്മൾ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ ചെയ്യുന്ന എന്താണ്, ഈ ഒരു വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കുക. ഈ ഫിഗർ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പറയുന്നത് റെക്കോർഡ് അല്ലെങ്കിൽ അഡ്രസ് റെക്കോർഡാണ്. റെക്കോർഡ് അല്ലെങ്കിൽ അഡ്രസ് റെക്കോർഡ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള IP അഡ്രസ്സ് ഉണ്ട്. ഈ IP അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ റെക്കോർഡ് ഈസ് യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് അവർ URL വിത്ത് IP അഡ്രസ് ഓഫ് വെബ് സെർവർ വേർ അവർ വെബ് പേജസ് ആർ സ്റ്റോർ. നമ്മൾ എവിടെയാണോ അത് സ്റ്റോർ ചെയ്യുന്നത്, വെബ് പേജ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താണ്, ആ ഒരു IP അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് റെക്കോർഡ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ IP അഡ്രസ് ഓഫ് ദ വെബ് സെർവർ കണക്ട് ടു ദ ഡൊമൈൻ നെയിം. കാരണം നമ്മൾ ഡൊമൈൻ നെയിമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള IP അഡ്രസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് എന്ത്, റെക്കോർഡ് എന്ന് പറയുന്നത്. റെക്കോർഡ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ദ ലോഗിങ് ഇൻ ടു ദ കൺട്രോൾ പാനൽ ഓഫ് ദ ഡൊമൈൻ. ആഫ്റ്റർ ദിസ് DNS സെർവർ വിൽ ബി ഏബിൾ ടു റിസോൾവ് അവർ ഡൊമൈൻ നെയിം ടു കണക്ട് ടു വെബ് സെർവർ. നൗ വി ക്യാൻ ഓപ്പൺ അവർ ദ വെബ്സൈറ്റ് ബൈ ദ ടൈപ്പിംഗ് ഓഫ് URL ഇൻ ദ അഡ്രസ് ബാർ ഓഫ് ദ ബ്രൗസർ വിൻഡോ. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഈ കൺട്രോൾ പാനൽ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങൾ മോഡിഫൈ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ IP അഡ്രസ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ അഡ്രസ് ബാർ നമുക്ക് എന്ത് ചെയ്യുക, IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു വെബ് പേജ് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് എന്തായിട്ട് വരുന്നത്, ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ റെക്കോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IP അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്തിനെയാണ് എന്ത് പറയുന്നത്, റെക്കോർഡ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചത് എക്സാമ്പിളാണ് റെക്കോർഡിന്. ഇപ്പോൾ example.com അതേപോലെ റെക്കോർഡ് ടൈപ്പ് എന്താ വാല്യൂ. ഇപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റെക്കോർഡിൽ നമ്മൾ കാര്യങ്ങൾ IP അഡ്രസ് സ്റ്റോർ ചെയ്തേക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ example.com എന്ന് വെച്ചാൽ റെക്കോർഡ് എന്ത് ടൈപ്പാണ്, ആണ്, വാല്യൂ നമ്മൾ കൊടുത്തത്, ദെൻ TTL. ഇങ്ങനെയാണ് ജസ്റ്റ് റെക്കോർഡിൽ ഉണ്ടാവുന്ന ആ ഒരു എങ്ങനെയാണ് റെക്കോർഡ് കൊടുക്കുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ റെക്കോർഡ് എന്ന് പറയുന്നത് എന്താ, മെയിനായിട്ട് IP അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മൾ വെബ് പേജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന IP അഡ്രസ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനകത്ത് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ പാനൽ വഴി നമ്മൾ ലോഗിൻ ചെയ്ത് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ മാറ്റുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്കോർഡും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് FTP ആണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അല്ലെ, ഇത് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ FTP എന്ന കാര്യം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലോട്ടേക്ക് നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് എന്തെന്ന് പറയുന്നത്, FTP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു വെബ്സൈറ്റ് നമ്മൾ എന്താണ് ഇത് സെർവറിലോട്ടേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രോട്ടോകോൾ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ആ ഒരു പ്രോട്ടോകോളാണ് എന്ത്, FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നൊരു പ്രോട്ടോകോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. FTP എന്ന് വെച്ചാൽ ഫയൽ ട്രാൻസ്ഫർ എന്താണ് പ്രോട്ടോകോളാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ബിറ്റ്വീൻ സെർവർ ആൻഡ് ക്ലയൻറ്റ് കമ്പ്യൂട്ടർ. നമ്മൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടറും സെർവറും തമ്മിൽ എന്താണ് ഒരു കണക്ഷൻ. നമ്മളിപ്പം ഒരു വെബ് സെർവറിലോട്ടേക്ക് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുകയാണല്ലോ. അപ്പം ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ കമ്മ്യൂണിക്കേഷൻ, ആ ഒരു പ്രോട്ടോകോൾ, കാരണം ഈ ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സെർവർ അല്ലെങ്കിൽ ആ സെർവറിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വെബ്സൈറ്റുകൾ നമ്മൾ അപ്ലോഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്തത്. അൺഓതറൈസ്ഡ് ആക്സസ് ഈസ് ഡിനൈഡ് ബൈ ദ യൂസിങ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് എന്താ പാസ്വേഡും യൂസർ നെയിം ഒക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ വേറെ ആൾ കയറുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് അൺഓതറൈസ്ഡ് ആയിട്ട് കാണിക്കുക. അപ്പം സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഓൾറെഡി നേരത്തെ നെറ്റ്വർക്കിലൊക്കെ പഠിച്ച പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താണ്, FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. കാരണം നമ്മൾ എന്താണ് ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെർവറിൻ്റെ അകത്തേക്ക് ഈ ഫയൽസൊക്കെ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന SSH ആണ്, സെക്യൂർ ഷെൽ FTP. അല്ലെങ്കിൽ നമ്മുടെ സെക്യൂർ ഷെൽ അല്ലെങ്കിൽ എന്താണ് FTPയുടെ എന്താണ് SFTP എന്ന് പറയുന്ന പ്രോട്ടോകോളാണ് ഇപ്പോൾ നമ്മൾ കോമൺലി നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. SFTP എന്ന് പറയുമ്പോൾ എന്താണ്, സെക്യൂർ ആയിട്ടുള്ളത്. കാരണം നമുക്ക് അതിനകത്ത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും. എൻക്രിപ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കൊടുക്കുന്ന കാര്യം വേറൊരു ഫോർമാറ്റിലോട്ട് മാറ്റുന്നതാണ് എന്ത്,
എൻക്രിപ്റ്റഡ് എന്ന് പറയുന്നത്. ബൈ യൂസിങ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ വി ക്യാൻ അപ്ലോഡ് ദ ഫയൽ ഫ്രം അവർ കമ്പ്യൂട്ടർ ടു ദ വെബ് സെർവർ യൂസിങ് ദ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആൻഡ് മെത്തേഡ്. നമുക്ക് എന്താണ് ഡ്രാഗും ഡ്രോപ്പും മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് FTP വഴി അല്ലെങ്കിൽ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നത് വെബ്സൈറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മൾ നൗഡേയ്സിൽ ഇപ്പോൾ നമ്മൾ SSH അതേപോലെ FTP അല്ലെങ്കിൽ SFTP പ്രോട്ടോകോൾ എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ് യൂസർ നെയിമും പാസ്വേഡൊക്കെ നമ്മൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫയൽസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പോപ്പുലർ ആയിട്ടുള്ള FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ് ആണ് ഫയൽസില, ക്യൂട്ട് FTP അതേപോലെ സ്മാർട്ട് FTP. മറന്നു പോകരുത്, എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്ത് നമ്മൾ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഫയൽസില, ക്യൂട്ട് FTP അതേപോലത്തെ എന്താണ് സ്മാർട്ട് FTP. അപ്പം ഈ FTP എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഒരു വെബ് സെർവറിൻ്റെ അകത്തേക്ക് വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രോട്ടോക്കോളാണ് എന്ത് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനൊരു ഫിഗറാണ് ഇവിടെ കാണിച്ചത്. നമ്മളൊരു കമ്പ്യൂട്ടർ ഉണ്ടാവും, ഒരു സെർവർ ഉണ്ടാവും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ പോകുന്നുണ്ട് അല്ലേ. FTP കമാൻഡ്സ്, FTP എന്താണ് റിപ്ലൈസ്, ഡാറ്റ ആൻഡ് കണക്ഷൻ. ഇതാണ് ഒരു FTP ഒരു ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ വെച്ചിട്ട് നമ്മൾ നടക്കുന്ന ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഒരു വെബ്സൈറ്റിനെ ഒരു സെർവറിലോട്ടേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഇത് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിനി പറയുന്നത് ഫ്രീ ഹോസ്റ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസ ചിലവാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് നമ്മുടെ വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്നതാണ് എന്ത് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ദ വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ഫ്രീ ഓഫ് ചാർജ്. നമുക്ക് പൈസ ഒന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മുടെ വെബ്സൈറ്റുകൾ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നതാണ് എന്ത് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദേ പ്രൊവൈഡ് ലിമിറ്റഡ് ഫെസിലിറ്റി. കാരണം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യില്ല, കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവർ എന്ത് ചെയ്യുന്നുള്ളൂ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഷെയറിംഗ് കണ്ടന്റ് ഓൺ ദ വെബ് എമംഗ് ഫാമിലി ഓർ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എക്സെട്ര വിത്തൗട്ട് സ്പെൻഡിങ് മണി ഓൺ വെബ് ഹോസ്റ്റിംഗ്. കാരണം നമ്മളിപ്പോൾ ചെറിയ കാര്യങ്ങൾ കാരണം ചെറിയ കണ്ടന്റ് കാരണം യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ കണ്ടന്റുകളാണെന്ത് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ അങ്ങനെ നമ്മൾ എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കാരണം പൈസ ഒന്നും ഇല്ലാത്ത ഓർഗനൈസേഷൻ അവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത് പ്രധാനമായിട്ട് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ളത്. സർവീസ് പ്രൊവൈഡേഴ്സ് മേ ഡിസ്പ്ലേ ദ അഡ്വർടൈസ്മെന്റ് യുവർ വെബ്സൈറ്റ്. കാരണം സർവീസ് പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് നമ്മുടെ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ റെസ്ട്രിക്ഷൻസ് ഇൻ ഫയൽ സൈസ് ഓർ ടൈപ്പ് ആർ പ്ലേസ്ഡ് ബൈ സം സർവീസ് പ്രൊവൈഡേഴ്സ്. കാരണം വെച്ചാൽ നമ്മൾ ഫയൽസിൻ്റെ സൈസൊക്കെ കാരണം ഇത്ര വലിയ ഫയൽസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ഇത്ര സൈസ് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോട് കൂടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഫ്രീ ഹോസ്റ്റിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയാൻ സം വെബ്സൈറ്റ് ഓൺലി പെർമിറ്റ് ആസ് ചൂസ് ദ ടെംപ്ലേറ്റ്. കാരണം ചില വെബ്സൈറ്റുകൾ എന്താ ചില ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ ചില ഒരു ഫോമാറ്റ് മാത്രമേ നമ്മൾ എന്ത് കൊടുക്കുള്ളൂ. ചില ആൾക്കാർ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ദർ ആർ 2 types ഓഫ് എന്താണ് ഫ്രീ ഹോസ്റ്റിംഗ് സർവീസസ് ആസ് എ ഡയറക്ടറി സർവീസ് പ്രൊവൈഡ് ദ വെബ്സൈറ്റ് ഓർ ദ വെബ്സൈറ്റ് അഡ്രസ്സും കൂടെ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത് സബ് ഡൊമൈൻ അവർ വെബ്സൈറ്റ് അഡ്രസ് സർവീസ് പ്രൊവൈഡ്. കാരണം ജസ്റ്റ് ഒന്ന് എന്താണ് ജസ്റ്റ് ഡയറക്ടറി മാത്രം, മറ്റേന്ന് പറയുമ്പോൾ എന്താ അഡ്രസ്സ്. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം മാത്രമേ എക്സാം പോയിന്റ് വ്യൂവിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക ഹോസ്റ്റ് ചെയ്യുക. അതിനകത്ത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് മാത്രമേ കിട്ടുള്ളൂ, ഫീച്ചേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. കാരണം സൈസ് എന്നൊക്കെ പറയുന്നത് എന്താണ് ലിമിറ്റഡ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ CMS എന്ന് പറയുന്നത്. ഓക്കെ, ഈ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ CMS എന്ന് പറയുന്നത് എന്താണ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് വെബ്സൈറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CMS ഈസ് എ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം യൂസ്ഡ് ഫോർ ദ ക്രിയേറ്റിംഗ് അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വെബ്സൈറ്റ്. കാരണം ഞാൻ പറഞ്ഞല്ലോ കാരണം നമുക്ക് ഈസി ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ CMS എന്ന് പറയുന്നത്. CMS പ്രൊവൈഡ് എനി ഈസി വേ ടു ഡിസൈൻ ആൻഡ് മാനേജ് അട്രാക്റ്റീവ് വെബ്സൈറ്റ്. നമുക്ക് ഈസി ആയിട്ടും അത്രയും അട്രാക്റ്റീവായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു എന്താണ് ഈ ഒരു വെബ്സൈറ്റ് എന്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മോസ്റ്റ് CMS ക്യാൻ ബി ഡൗൺലോഡ് ദ ഫ്രീ ഓഫ് കോസ്റ്റ്. കാരണം അധിക CMS എന്താണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, നമുക്ക് എന്താ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യട്ടും ഡൗൺലോഡ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ടെംപ്ലേറ്റ്സ് ആർ അവൈലബിൾ ഫോർ ഈസി ഡിസൈനിങ് റിഡ്യൂസ് ദ കോഡിംഗ് എഫർട്ട്. കാരണം ടെംപ്ലേറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ട്. കാരണം അത്ര വലിയ കോഡൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം
നമുക്ക് ഈസി ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. CMS പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി കാരണം കുറച്ച് സ്റ്റാൻഡേർഡിലെ കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇൻ ഷെയർ ദ ഹോസ്റ്റിംഗ് യൂസ് ഓഫ് സപ്പോർട്ട് ദ CMS കാരണം നമ്മൾ ഷെയർഡ് ഹോസ്റ്റിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സം ഓഫ് ദ പോപ്പുലർ CMS സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രസ്, ഡ്രുബാൽ ആൻഡ് ജൂംല. ഇത് ഓർത്ത് വെക്കുക കാരണം എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, 1 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന CMS സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്, വേർഡ് പ്രസ്, ഡ്രുബാൽ ആൻഡ് ജൂംല. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് CMS എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ CMS എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് അട്രാക്റ്റീവായിട്ടും ഈസി ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ. ഈ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരേ സാധനം തന്നെ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലും അതേപോലെ നമ്മൾ മൊബൈലിലും ലാപ്ടോപ്പിലും അല്ലേ, നമ്മൾ പല പല സൈസിലും പല പല സ്ക്രീൻ സൈസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നത്. ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ TV-യിൽ കാണുന്നുണ്ട്, അതേപോലെ മൊബൈലിൽ കാണുന്നുണ്ട്, സിസ്റ്റത്തിൽ കാണുന്നുണ്ട്, ലാപ്ടോപ്പിൽ കാണുന്നുണ്ട് അല്ലേ, തിയേറ്റർ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു സ്ക്രീൻ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഈ റെസ്പോൺസീവ് വെബ് ഡിസൈൻ കൊണ്ട് നമ്മൾ മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എ വെബ് പേജ് ആർ വ്യൂഡ് യൂസിങ് ഡിഫറെൻറ്റ് ഡിവൈസസ് ലൈക്ക് ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ടെലിവിഷൻ ഓർ മൊബൈൽ ഫോൺ അല്ലേ. നമ്മൾ വെബ് പേജസ് നമ്മൾ പല ഇതിലും നമ്മൾ കാണുന്നത്, നമ്മൾ ലാപ്ടോപ്പിലും ടെലിവിഷനിലും ഡെസ്ക്ടോപ്പിലും മൊബൈൽ ഫോണിലും കാണുന്നത്. ട്രഡീഷണൽ വെബ് പേജസ് ആർ ഡിസൈൻ ടു ബി ഡിസ്പ്ലേ ഇൻ ദ ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പ്. സച്ച് വെബ് പേജസ് ആർ ഡിഫിക്കൽട്ട് ടു വ്യൂ ദ ടാബ്ലറ്റ് ഓർ മൊബൈൽ ഫോൺ. കാരണം നമുക്ക് പഴയ കാലത്തെ വെബ് പേജുകളൊക്കെ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പും നമ്മൾ എന്താണ് സിസ്റ്റത്തിൽ കാണാൻ വേണ്ടി രീതിയിലാണ് അവർ എന്ത് ചെയ്തത്, ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മൊബൈൽ ഫോൺസിലൊക്കെ കാണാമെന്ന് വെച്ചാൽ അത് എടുത്ത് നമ്മൾ നോക്കാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മനസ്സിലാക്കാനോ അതിനകത്തുള്ള എല്ലാ കണ്ടന്റുകളും എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടി പറ്റില്ല. മെയിൻറ്റെയിനിങ് സെപ്പറേറ്റ് വെബ് പേജസ് ഫോർ ഡിഫറെൻറ്റ് ഡിവൈസസ് ഡിഫിക്കൽട്ട്. നമുക്ക് അതെന്താണ് മറ്റൊരു ഡിവൈസിലോട്ട് മാറുന്ന സമയത്ത് അത് നമുക്ക് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഫോണിലൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ കണ്ടന്റുകളും ഒരുമിച്ച് കാണുന്നുണ്ട്. പക്ഷേ പണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത് ഉണ്ടാക്കിയുള്ളത് ലാപ്ടോപ്പിലും സിസ്റ്റത്തിനും വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈനിങ് വെബ് പേജസ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് എന്താണ് അഡ്ജസ്റ്റിംഗ് ഇറ്റ്സെൽഫ് അക്കോർഡിംഗ് ടു ദ സ്ക്രീൻ സൈസ് ഓഫ് ദ ഡിവൈസ് ഈസ് നോൺ ആസ് എ റെസ്പോൺസീവ് വെബ് ഡിസൈൻ. പറഞ്ഞ മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വെബ് പേജിന് സ്വന്തമായിട്ട് എന്താണ് ഏത് സ്ക്രീനിലാണ് വരുന്നത്, അപ്പോൾ അതിനനുസരിച്ച് എന്താണ് ആ സൈസിനനുസരിച്ച് കേപ്പബിൾ ആവാനുള്ള ആ ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. കാരണം ഡിസൈനിങ് വെബ് പേജസ് വിച്ച് ആർ കേപ്പബിൾ അഡ്ജസ്റ്റിംഗ് ഇറ്റ് സെൽഫ് അക്കോർഡിംഗ് ടു ദ സ്ക്രീൻ സൈസ് ഓഫ് ദ ഡിവൈസ്. കാരണം നമ്മൾ ആ ഒരു സ്ക്രീൻ സൈസിന് അക്കോർഡിംഗ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടന്റ് എന്ത് ചെയ്യുക, മാറി മാറി വരും. ഇപ്പോൾ മൊബൈലിലാണെങ്കിൽ അതിനനുസരിച്ച് അതിന് മാറ്റം വരുത്തുക. അതേപോലെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആകുമ്പം ആ സ്ക്രീൻ സൈസ് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ റെസ്പോൺസീവ് എന്താ, നമുക്ക് ഏത് സ്ക്രീനിലാണോ കാണുന്നത് ആ സ്ക്രീനനുസരിച്ച് അത് കേപ്പബിൾ ആവുന്നതിനെയാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേം, ഈ റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞ ടേം നമ്മൾ ചെയ്തത് ഏതൻ മാക്രോട്ട് എന്ന് പറയുന്നതാണ്. ഈ റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് ഈസ് എ കസ്റ്റം ബിൽഡിംഗ് എ വെബ്സൈറ്റ് suitable to work on every device and every screen size, no matter how large or small, മൊബൈൽ ഫോൺ, ഡെസ്ക്ടോപ്പ്, ടെലിവിഷൻ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സൈസിൽ പറയുന്ന ഒരു മാറ്ററേ അല്ല. കാരണം നമുക്ക് ഏത് സൈസിൽ നമുക്ക് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഏതിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരേ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതൊന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട്, ഫ്ലെക്സിബിൾ മാനേജസ് ആൻഡ് മീഡിയ ക്വറീസ്. വേരിയസ് സെറ്റിംഗ് ക്യാൻ ബി ഡൺ യൂസിങ് മീഡിയ ക്വറീസ് ഇൻ CSS എന്താണെന്ന് അറിയാലോ, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഉണ്ടാക്കുക. നമുക്ക് ഏത് ഇതിൽ വേണമെങ്കിലും ഏത് സൈസിൽ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ലെങ്കിൽ മാറുന്ന അതിനെയാണ് എന്ത് പറയുന്നത്, റെസ്പോൺസീവ് വെബ് ഡിസൈനിങ്. അതിനകത്ത് നമ്മൾ CSS ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് വെബ് ഹോസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ വെബ്സൈറ്റുകളെ വെബ് സെർവറിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് പറഞ്ഞു, ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, അതേപോലെ തന്നെ എന്താണ് വെർച്വൽ പ്രൈവറ്റ് സെർവർ അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഡൊമൈൻ നെയിം എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം, എങ്ങനെ വെബ് ഹോസ്റ്റ് നമ്മൾ മേടിക്കാം അല്ലേ, ഫ്രീ ഹോസ്റ്റിംഗ്, അതേപോലെ തന്നെ റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് അല്ലേ, റെക്കോർഡിംഗ്, അങ്ങനത്തെ കുറേ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങളൊരു എക്സാം പോയിന്റ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 5 or 6
6 മാർക്കാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഓർത്ത് കാര്യം വെബ് ഹോസ്റ്റിംഗ് എന്താണ്, ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്, അതേപോലെ തന്നെ വെബ് ഹോസ്റ്റേഴ്സ്, അതേപോലെ തന്നെ എന്താണ് നമ്മളിപ്പോൾ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, എക്സാം പോയിന്റ് നിന്ന് ഗൈഡ് വെച്ചിട്ട് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ എന്ത് ചെയ്യും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.